എല്ലാ ഷർറിൻ്റെയും താക്കോലായി നിലകൊള്ളുന്ന കാര്യമാണ് ഹുബ്ബുദ്ദുനിയ വതൂലുൽ അമൽ. ദുനിയാവിനോടുള്ള ഇഷ്ടം, അതേപോലെ തന്നെ വലിയ വലിയ വ്യാമോഹങ്ങൾ, ദുനിയാവിനോടുള്ള വ്യാമോഹങ്ങൾ, ഇഷ്ടം, ഇത് എല്ലാ ഷർറുകളുടെയും താക്കോലാണ് എന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും, കല്ല ബൽ തുഹിബ്ബൂനൽ ആജില വതദറൂനൽ ആഖിറ. നിങ്ങൾ ഐഹിക ജീവിതത്തിനെയാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾ ആജിലത്തായ ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു. വതദറൂനൽ ആഖിറ, ആ ഇഷ്ടത്തിൻ്റെ വാതിൽ തുറന്നപ്പോൾ എന്തായി? ആഖിറത്തിൻ്റെ വാതിൽ അടഞ്ഞുപോയി. അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കാണിക്കുന്നില്ല. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറു വ അബ്ഖ. നിങ്ങൾ ഐഹിക ജീവിതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ കാര്യം വന്നു, ദുനിയാവിൻ്റെ കാര്യം വന്നു. ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ദുനിയാവിനെയാണ് നിങ്ങൾ മുന്തിക്കുന്നത്. അതിനാണ് തുസിറൂൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അഥവാ രണ്ടും കൂടി വരുമ്പോൾ ഇതിൽ ഏതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? അപ്പോൾ പലപ്പോഴും നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത് ദുനിയാവിനാണ്, ആഖിറത്തിനല്ല. എന്നാൽ നിങ്ങൾ മുൻഗണന കൊടുക്കേണ്ടിയിരുന്നത് ആഖിറത്തിനാണ്. കാരണം വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, പരലോകമാണ് നിലനിൽക്കുന്നത്, ഈ ദുനിയാവ് നിലനിൽക്കുന്നതല്ല, പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അതേപോലെ തന്നെ ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന സൂറത്തുൽ ഹദീദിലെ ആയത്തിൽ കാണാം, ഇഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹുവും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് ഇലാ ആഖിരിൽ ആയ. നിങ്ങൾ ഐഹിക ജീവിതമെന്ന് പറഞ്ഞാൽ അത് കളിയും വിനോദവും തമാശയും പരസ്പരം പെരുമ നടിക്കലും മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള അധ്വാനവുമൊക്കെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അത് മഴയിലൂടെ ഉണ്ടാകുന്ന നല്ല ഒരു തോട്ടം പോലെയാണ്. മഴ പെയ്തപ്പോൾ ഭംഗിയായി തോട്ടമുണ്ടായി, നിങ്ങൾക്കതിൽ കൗതുകമുണ്ടായി, ഇത് ശാശ്വതമായി നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായ വെയിലിൻ്റെ സീസൺ വന്നാൽ എന്തായി? ഇതെല്ലാം കരിഞ്ഞുപോയി, ഉണങ്ങിപ്പോയി. അത്രയാണ് ദുനിയാവ്. എത്ര നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും അതൊക്കെ ഉണങ്ങിപ്പോകുന്നതാണ്, കരിഞ്ഞു പോകുന്നതാണ്, നശിച്ചു പോകുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറത്തുൻ മിനല്ലാഹി വറിദ്വാൻ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. പരലോകത്ത് കഠിനമായ ശിക്ഷയുണ്ട്, മഗ്ഫിറത്തും റിദ്വാനുമുണ്ട്, പാപമോചനവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലവുമുണ്ട്. ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. നിങ്ങളെ ചതിക്കും, നിങ്ങളെ വഞ്ചിക്കും. ഗുറൂർ എന്നാണ് പറഞ്ഞത്, മതാഉൽ ഗുറൂർ. ഗറ യഗുറു എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, അഥവാ നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തും. നിങ്ങൾ വിചാരിക്കും ഇതാണ് എല്ലാം, പക്ഷെ അതൊന്നുമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരസ്പരം പെരുമ നടിക്കലും പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമവും നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. ഖബറിടം സന്ദർശിക്കുന്നതുവരെ നിങ്ങൾ ആ ഒരു തെറ്റിലായിരിക്കുമെന്നർത്ഥം. അതുകൊണ്ട് എല്ലാ ഷർറുകളുടെയും താക്കോലായി വർത്തിക്കുന്നത്, എല്ലാ നന്മകളുടെയും വാതിലുകൾ ബന്ധിപ്പിക്കുന്നതായി നിലകൊള്ളുന്നത് ഈ ദുനിയാവിനോടുള്ള സ്നേഹവും അമിതമായ മോഹങ്ങളും വ്യാമോഹങ്ങളുമാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് പരലോകത്തെ ഇഷ്ടപ്പെടുക, പരലോകത്തെ സ്നേഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക.